1887 മെയ് മാസത്തിലാണ് ചെറുപുഷ്പം കർമ്മല മഠപ്രവേശനത്തിനായി അനുമതിക്കായി തൻ്റെ അപ്രിയ അപ്പച്ചനെ സമീപിച്ചത്. ആ സമയം ആയ വയോവൃദ്ധൻ സായന്തന പ്രഭയിൽ മുങ്ങിയ ആരാമത്തിൽ ചിന്താമുക്തമായിരിക്കുകയായിരുന്നു. ക്രിസ്മസിന് മുമ്പായി കർമ്മലമഠത്തിൽ പ്രവേശിച്ച് താൻ ഏറെ നാൾ കൊണ്ടു നടന്ന ഹൃദയാഭിലാഷം പൂർത്തിയാക്കണമെന്നും ഈശോയുടെ സ്വന്തമായി ജീവിക്കുവാനുള്ള അനുമതി തരണമെന്നും അവൾ അപ്പച്ചനോട് വിനീതമായി അപേക്ഷിച്ചു. തൻ്റെ ഹൃദയത്തെ നന്നേ കവർന്ന കൊച്ചുറാണിയുടെ അഭിലാഷ പ്രകടനം ആ പിതാവിനെ ഏറെ ദുഃഖത്തിലാഴ്ത്തിയെങ്കിലും ഹൃദയത്തിൻ്റെ തുടിപ്പുകളിലെയും വചനത്തിലെ ഭാവഭേദങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് അദ്ദേഹം അവൾക്ക് അനുവാദം കൊടുത്തു. അശ്രുകണങ്ങളിൽ വീഴാതിരുന്നില്ല. മതിലിൽ മുളച്ചു നിന്നിരുന്ന വെള്ളലീലി പുഷ്പങ്ങളിൽ ഒന്ന് വേരോടെ പിഴുതെടുത്ത് കൊച്ചുറാണിയുടെ ലോലമായ കൈകളിൽ വെച്ചു കൊടുത്തു. ദൈവം ചെറുപുഷ്പത്തെ എപ്രകാരമാണ് ഈ ദിവസം വരെ പരിപാലിച്ചു വളർത്തിയതെന്ന് അവൾക്ക് വിവരിച്ചു കൊടുത്തു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ.